പ്രശാന്തേട്ട, ഈ ബംഗ്ലാദേശിൽ ദുർഗാപൂജ നടത്താൻ പാടില്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് പട്ടാള മേധാവിയുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ യൂനിസ്ഖാൻ ഇടയ്ക്ക് പറഞ്ഞത് ഈ വരുന്ന വാർത്തകളൊക്കെ വ്യാജമാണ്, അങ്ങനെ ഹിന്ദുക്കളെ ഒന്നും ആക്രമിക്കുന്നില്ല, ആരൊക്കെയോ പടച്ചു വിടുകയാണ്. അവിടെ വളരെ സന്തോഷത്തിലാണ് കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് വരുന്ന വാർത്ത ദുർഗാപൂജ അതൊരു ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, പൂജയാണ്. അപ്പോൾ അത് ആഘോഷിക്കാൻ പാടില്ല, എല്ലാം നിർത്തിവെക്കണം എന്നാണ് ഉത്തരവ്. അത് ശരിയാണ്. ഇന്ന് രാവിലെ ഗവൺമെന്റ് അങ്ങനെ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. കാരണം ദുർഗാപൂജ നടന്നുകൊണ്ടിരിക്കുന്ന പന്തലുകളെല്ലാം പൊളിച്ച് ഇനി പൂജ പൊളിക്കാൻ പറഞ്ഞു. പന്തലെല്ലാം പൊളിച്ച് പൂജയൊന്നും പാടില്ല, മറ്റേ മുസ്ലിം ആരാധനകൾ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ശരിക്കും ഒരു ഇസ്ലാമിക് രാജ്യം ഇസ്ലാമിക് രാജ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ തന്നെ, അതായത് അഫ്ഗാൻ ഗവൺമെന്റിനെക്കാട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് ക്രൂരമായ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഇസ്ലാമിസ്റ്റുകളുടെ രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഭരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ. അവരുടെ എനിക്ക് തോന്നുന്നു ലോകത്താദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കാൻ പോകുന്ന രാജ്യമായിരിക്കും ബംഗ്ലാദേശ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ തമ്മിൽ ഈ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഈ ദുർഗാ പൂജ സമയത്ത് ഉള്ള ഒരു ഇതായിരുന്നു ഈ ഹിൽസ മീൻ. ഹിൽസ മീൻ ഇത് ഒരു പ്രത്യേക മീനാണ്, ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഇത് നല്ല വിലയുവാ. അപ്പൊ അത് ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യും. ഈ സമയത്ത് അത് കയറ്റുമതി ചെയ്തു. അത് 2 ദിവസം മുമ്പ് അതങ്ങ് നിർത്തി. ഇന്ത്യക്ക് ഈ പ്രാവശ്യം തരുന്നില്ല. ഇത് വലിയൊരു ആഘോഷമൊക്കെ ആയിട്ടായിരുന്നു ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ ഇപ്പൊ ഈ ഓണ സമയത്ത് പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ കൊയ്ത്തുത്സവം ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴും അത് പണ്ട് എല്ലാ വീടുകളിലും വയലും ഒക്കെ ഉള്ളപ്പം ഇതൊരു ആഘോഷമായിട്ട് ഡേറ്റ് നടത്തും. അതുപോലെ ഇതൊരു കയറ്റുമതി ഒരു വലിയ ആഘോഷമായിട്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം നിർത്തിവെച്ചു, തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് മറുപടിയായിട്ട് ഇന്ത്യ പറഞ്ഞു, ഇപ്പം അദാനിക്ക് അവിടുത്തെ വൈദ്യുതിയുടെ മൊത്തം ചാർജ് അദാനിയുടെ വൈദ്യുതിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യവസായത്തിനും മറ്റു കാര്യത്തിനും എല്ലാം. അതാണ്ട് $800 ബില്യൺ കൊടുക്കാനുണ്ട് ബംഗ്ലാദേശ്. അല്ല, അദാനി കത്ത് കൊടുത്തു, ഡൊണേറ്റ് തന്നെ കത്ത് കൊടുത്തു. പൈസ കിട്ടിയേ ഒക്കത്തുള്ളൂ. $800 ബില്യൺ നിസ്സാര തുകയൊന്നും വലിയ തുകയാണ്. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് പോയി പണമെങ്കിലും തന്നേ മതിയാകത്തുള്ളൂ, അല്ലെങ്കിൽ വൈദ്യുതി തരുന്നതിനകത്ത് നിർത്തലാക്കും, അല്ലെങ്കിൽ വൈദ്യുതി തരത്തില്ല. വൈദ്യുതി കൊടുത്തില്ലെങ്കിൽ ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡിനാണ് കത്ത് കൊടുത്തത്. അവരാണ് ഈ ഇതിന്റെ വൈദ്യുതി നിന്ന് പോയാൽ വ്യവസായം നിന്നു പോകും, മൊത്തം നിശ്ചലമായി പോകും, ഇരുട്ടിലായി പോകും. അപ്പൊ അതൊരു വലിയ പണിയായിട്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ 5 പൈസ ഇല്ല, പട്ടിണിയും പിന്നെ ഇവര് പറയുന്ന കരാർ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തതിന്റെ കാശമാരെ കൊടുക്കാനില്ല, എന്തോ പുനഃപരിശോധിക്കാൻ എല്ലാ നയത്തിലേ ഉള്ളു. പട്ടിണിയായി, വേറെ ഒന്നുമില്ല. ഇപ്പം ഇവര് നമ്മൾ പറയത്തില്ലേ, നമ്മുടെ വീട്ടിൽ ബില്ലടച്ചില്ലെങ്കിൽ ഫീസ് ഊരാൻ വന്ന ഫീസ് ഊരിയ കറണ്ടില്ലെന്ന് പറയുന്നതൊക്കെയുള്ള അവസ്ഥയാണ്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു രാജ്യവും എവിടെ കൊണ്ടാ ഇവർ തല കൊണ്ടല്ലയോ ചിന്തിക്കുന്നവനൊക്കെ എന്ത് എനിക്കറിയത്തില്ല. മനസ്സിലാവുന്നുണ്ട്? സാമ്പത്തിക സോഴ്സ് ഉണ്ടോ? എന്ത് സോഴ്സ്? ആകെപ്പാടെ തുണി വ്യവസായമായിരുന്നു, അത് മൊത്തം പൊളിഞ്ഞു. നമ്മൾ മേടിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് തുണി നമ്മുടെ കമ്പനികളിൽ കോടാനുകോടി രൂപയുടെ രാജ്യങ്ങൾ നമ്മൾ നയതന്ത്ര ബന്ധമുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ സാധ്യമാവുമെങ്കിലും ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പം ഇവർ ഏറ്റവും വലിയ തുണി വ്യവസായമായിരുന്നല്ലോ ഇവർക്ക് ലോകത്തിൽ ഏറ്റവും വലിയ ഒരു, അതെല്ലാം നിന്നു. ഇന്ത്യയിലോട്ട് ഇപ്പം ഇന്ത്യയില് അടുത്ത ഈ ന്യൂ ഇയറിനും ക്രിസ്മസിനും തുണിക്ക് ഓർഡർ ഇന്ത്യയിലെ വ്യവസായികൾക്ക് എടുക്കാൻ വയ്യ. കാരണം അവർക്ക് ഒരു രാജ്യം ചെയ്തുകൊണ്ടിരുന്ന അത്രയും ഓർഡറൂടെ നമുക്ക് വരില്ല. നമ്മുടെ ഇവിടത്തെ അത്രയും പൈസ വരുമെങ്കിൽ ഭയങ്കര ഹ്യൂജായി. അപ്പൊ ഇതെല്ലാം ഒന്നുമില്ല. നമ്മളെ യുദ്ധം രാജ്യങ്ങളുടെ മൊത്തം ഈ ഇവിടെ കലാപമായപ്പോഴത്തേന് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രയവിക്രയൊക്കെ നിന്നു. ഈ രാജ്യം ഇന്ത്യയോട് മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളും പറ്റത്തില്ലല്ലോ. ഇതെങ്ങനെ ആരുടെടുത്തായിരുന്നു കൊടുത്താൽ പൈസ മേടിക്കുന്നത്? ഇത് രാജ്യമാണെങ്കിലും ഇതെല്ലാം വീട് പോലൊക്കെ ഇല്ലേ, ഉത്തരവാദപ്പെട്ട ആരെങ്കിലും വേണ്ടേ? അതിനകത്ത് ഒരു ഭരണക്രമം എല്ലാം താറുമാറായി കിടക്കുക. പിന്നെ രാജ്യമുണ്ട്, അവിടെ ആരാണ്ടൊക്കെ തൊപ്പി ഇട്ടവനും തലയെക്കെട്ട് കെട്ടിയവനും പട്ടാളവും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവും എല്ലാം കൂടെ ഏതാണ്ടൊക്കെ നടപ്പാക്കുന്നു എന്നുള്ളതല്ലാതെ മതം പുഴുങ്ങി തിന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇത് വന്നതിന് ശേഷം ഈ ഹിന്ദു ഹത്യയാണല്ലോ നടന്നത്. അതായത് അവിടെ ഈ സംവരണമോ ജനാധിപത്യമോ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യമോ ഒന്നും അല്ല വിഷയം. ഹസീനെ മാറ്റുക, ജമാഅത്തെ ഇസ്ലാമിക്ക് ഭരണം കിട്ടുക, അത് പിന്നെ നമുക്ക് മനസ്സിലായല്ലോ. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോഴത്തേന് പിന്നെ മുസ്ലിം മാത്രം മതി. ബാക്കി ഈ സമരത്തിനകത്തുണ്ടായിരുന്ന ഹിന്ദുക്കളെയും കൂടെ കൊല്ലുമായിരുന്നു. അതിനുശേഷം പല കാര്യങ്ങളും ഓരോന്നോരോന്ന് വരുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. പ്രാവശ്യം അവിടുന്ന് നമ്മളിവിടെ പഠിക്കാൻ വന്നിട്ടുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു ട്വീറ്റ് വന്നു, നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വരത്തില്ലേ, ഇതുപോലെ ഹിന്ദുക്കളെ കൊല്ലുന്നു നോക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഒരുത്തൻ അതിന് ലവ് ചിഹ്നം അയച്ചു. അങ്ങനെ അന്നേരം പറഞ്ഞു ഇന്ത്യ അത്രയ്ക്ക് പരിശോധിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള
വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർ വരെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നിസ്സാരമായിട്ടല്ല ഇന്ത്യ നീങ്ങുന്നത്. അപ്പോൾ ഇയാൾ അതിന് അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിൽ ലൗചിനെ വെച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ ഓരോ കാര്യത്തിനകത്തും ഇന്ത്യ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇവര് ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഇപ്പം നേരത്തെ സമ്പന്നമായിട്ടിരിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ മര്യാദ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനകത്തുനിന്നും ആ പണിക്ക് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഈ ഞൊഴിഞ്ഞു കയറ്റത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ വരത്തുള്ളൂ. അവരെ ആ ജോലിക്ക് നിൽക്കുന്നു. ഇപ്പൊ ഉമാരി മൊത്തം ഇനി ഞൊഴിഞ്ഞു കയറാൻ പറ്റും. മാത്രമല്ല അവിടെ കടുത്ത ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് വരും. ഇപ്പൊ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ കറണ്ട് കൊടുക്കത്തില്ല, വ്യവസായങ്ങൾ മൊത്തം പൂട്ടും, വെള്ളമില്ലാതാവും, വെള്ളം കുടിക്കാതെയാവും. അതായത് ഇന്ത്യ പറയാൻ പോകുന്നത് ഇയാളെ മീനും കാര്യമൊന്നും ഇപ്പൊ മീൻ കിട്ടിയില്ല വലിയ കാര്യമൊന്നും ഇന്ത്യക്കില്ല. മീൻ വേണ്ട, മീൻ തരത്തില്ലേ, നമ്മൾ വൈദ്യുതി തരത്തില്ല. നമ്മൾ അദാനി പറഞ്ഞാൽ കേൾക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ അദാനി നമ്മുടെ ഇന്ത്യയിലെ വ്യവസായിയാണല്ലോ. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ കേൾക്കുമല്ലോ. എല്ലാ പപ്പുമ്മ പറയുന്നോണൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വന്തം ആണാണെന്നല്ലോ. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ് ഫീസ് ചുരുക്കോളാം, ബംഗ്ലാദേശിന്റെ ഫീസ് ചുരുക്കോളാം. ബംഗ്ലാദേശിന്റെ ഫീസ് കൂടുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് മീൻ തന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവന്റെ ഫീസ് ഊരും, അവന്റെ കറണ്ട് പോവും. കറണ്ട് പോയി കഴിഞ്ഞാൽ വ്യവസായങ്ങൾ വയ്ക്കും, വെള്ളമില്ലാതാവും, വെള്ളം കുടിക്കാതെ ചാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ കലാപത്തിന് ശേഷം അത് ആര് ഓപ്പറേറ്റ് ചെയ്തു, അത് പാകിസ്ഥാനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി, പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി അതിനകത്ത് ഇടപെട്ടിരിക്കുന്നു. കൃത്യമായ ഒരു ടെററിസ്റ്റ് ഭരണം അവിടെ നടക്കുന്നു. അതായത് പാകിസ്ഥാനിൽ ഇപ്പൊ ലോകത്തെ ഏത് തീവ്രവാദ ഗ്രൂപ്പിന്റെയും സ്ലീപ്പർ സെല്ലുകൾ ഉള്ളതുപോലെ അതിനെ ബംഗ്ലാദേശിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു തീവ്രവാദ വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ പോയാൽ നമുക്ക് ജോലിയാകും. അത് നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യം, അവിടുത്തെ രാജ്യത്തെ ആൾക്കാരുടെ കാര്യം, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യം വളരെ ദയനീയമാണ്. പിന്നെ ഇന്ത്യയോട് കളിച്ചാൽ ഇന്ത്യ കളി പിടിപ്പിക്കും. ഈ നേരത്തെ വെള്ളം തുറന്നുവിട്ട് കൊന്നെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഡാം തുറന്നുവിട്ട് കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം കുടിക്കാതെ ചാവാൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഈ മീൻ എന്ന് പറയുന്നത് വളരെ രുചിയുള്ളതും എന്താ ഒരു വിശിഷ്ട വിലയുള്ള മീൻ. ഇത് ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഈ ഹസീനയൊക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ പ്രത്യേകം പാക്ക് ചെയ്ത് അത് അയച്ചു കൊടുക്കുമായിരുന്നു. അത് പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ ഈ ബംഗാളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടാണ്. ഏറ്റവും വിലയുള്ളതും ഭയങ്കര വിലയാണ്. അപ്പൊ ഞാനിവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചത് ഈ പുള്ളി ഒരു അതിന്റെ എഴുതിയ ലേഖകൻ, ഞാൻ മനോരമയിലാണെന്ന് തോന്നുന്നു. അത് അദ്ദേഹം ഈ പി കിഷോർ എന്ന് പറഞ്ഞ ആൾ എല്ലാ തിങ്കളാഴ്ച ഒരു ബിസിനസ് ബൂം എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് വായിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം പോയി കഴിച്ചപ്പോൾ വലിയ രുചിയൊന്നും, അദ്ദേഹത്തിന് കുറെ മുള്ളുള്ള ഒരു മീൻ, അദ്ദേഹത്തിന് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും ഈ വലിയ ഡിമാൻഡ്, ബംഗാളികൾക്ക് അത് ഭയങ്കര വിശിഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ത്യയിലുള്ള ആളുകൾക്കും അത് ഭയങ്കര കാര്യമായിട്ടാണ് അത് കൊടുത്തു വിടുന്നത്. അത്രയും വലിയൊരു വിഭവം. അപ്പൊ അതാണ് ഇപ്പൊ നമുക്ക് തരത്തില്ല. ഈ നമ്മൾ പറയത്തില്ല വെള്ളം കൂടി നിങ്ങൾക്ക് വെള്ളം തരത്തില്ലെന്ന് പറഞ്ഞ കണക്കാണ് നിങ്ങൾക്ക് മീൻ തരത്തില്ല. ഇപ്പൊ ഈ ബംഗാളികൾക്ക് ഭയങ്കര ഇതാന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലും ഈ അത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ദുർഗാപൂജ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ദുർഗയുടെ ഭക്തയായിരുന്നു. ഡെയിലി ദുർഗാദേവിക്ക് ചെമ്പരത്തിമാല കെട്ടിയിടുന്ന സ്വഭാവമുള്ള സ്ത്രീയായിരുന്നു. ഭയങ്കര ഭക്തയൊക്കെ ആയിരുന്നു. ഇപ്പം പശ്ചിമ ബംഗാളിലെ പല പ്രദേശങ്ങളിലും ദുർഗാപൂജ നടത്താൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഒരു 7-8 ജില്ലകൾ മൊത്തം ഈ രോഹിംഗ്യ മുസ്ലിങ്ങൾ ഈ ബംഗ്ലാദേശിലും കയറി അവരുടെ ആധിപത്യത്തിലാണ്. കാരണം ഇതുപോലെ ദുർഗാപൂജ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്കും അല്ലെങ്കിൽ ദുർഗാ പൂജയോടനുബന്ധിച്ച് വേണ്ട ഘോഷയാത്രയ്ക്കൊക്കെ ഭയങ്കര ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതായത് അവർ നേരത്തെ ഐ ലവ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാൾ ഒരു ബംഗ്ലാദേശ് മോഡലിലേക്ക് വരുന്നു. പല കാര്യത്തിലും മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശികൾ കണ്ടവനം പശ്ചിമ ബംഗാൾ അനധികൃതമായിട്ടുണ്ട്. അത് ഇപ്പം സുഖമായിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി അത് ഉണ്ടെങ്കിലും നാളെ കാലത്തെ അത് അവർക്ക് അപകടമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ഒരു രീതി അനുസരിച്ച് അവർക്ക് ഈ രാജ്യം പിടിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ രാജ്യം സ്വതന്ത്രമാക്കണമെന്നോ ഒക്കെ തോന്നിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി അല്ല ആരെയായാലും അവർ കൈകാര്യം ചെയ്ത് ആ രീതിയിലേക്ക് പോകും. കാരണം യാതൊരു ബോധവും വിവരമുള്ള ആൾക്കാരല്ല, ഭയങ്കര ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. കാരണം അവരുടെ ഒരു വയലൻസ് ആണ് അവരുടെ ഒരു കയ്യിലേക്ക്. അത് പശ്ചിമ ബംഗാളിൽ വലിയ അപകടമാണ്. പശ്ചിമ ബംഗാളിൽ ഈ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ എല്ലാം പുറകിൽ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ എല്ലാം പുറകിൽ രാഷ്ട്രീയത്തിനകത്ത് ചില ഗുണ്ടായുസത്തിനും മറ്റു കാര്യത്തിനുമൊക്കെ ഈ മമതാ ബാനർജി ഉപയോഗിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിലെ
ആൾക്കാരെയല്ല, ബംഗ്ലാദേശികളെയാണ് അത് അപകടം ചെയ്യും. ഞാൻ ഈ ദുർഗാപൂജയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. പശ്ചിമ ബംഗാളിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥ ഇപ്പോഴല്ല, കാലങ്ങളായിട്ട് ചില പ്രദേശങ്ങളിൽ ദുർഗാപൂജ നടത്തുന്നതിന് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിർത്തി പ്രദേശങ്ങൾ പലയിടത്തു നിന്നും ഹിന്ദുക്കൾക്ക് കാശ്മീരിലെ കൂട്ട് തന്നെ പലായനം ചെയ്യേണ്ട അവസ്ഥ പോലും ഉണ്ട്. വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പല പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. അതിനെയെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു നേരത്തെ CPM-ൻ്റെ നേതൃത്വത്തിൽ. അതിനപ്പുറം ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി പല കാര്യങ്ങളും കണ്ണടയ്ക്കുന്ന, ഇസ്ലാമിസ്റ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് മമതാ ബാനർജിയുടെ ഗവൺമെൻറ് എന്നുകൂടി ഇതിൻ്റെ കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.